ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു ക്യാരറ്റ് കേക്കാട്ടോ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ പുതിയതായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ ഓരോരുത്തരുടെ സപ്പോർട്ടാണ് എൻ്റെ വിജയം കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്കൊക്കെ ചെയ്യണേ. അപ്പോൾ നല്ല അടിപൊളി നല്ല ടേസ്റ്റുള്ള നമ്മുടെ ക്യാരറ്റ് ഷെയ്ക്കാണ് ഉണ്ടാക്കാൻ പോകണം കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. അതിനായിട്ട് 3 ക്യാരറ്റ് എടുത്തേക്കണം കേട്ടോ. ഇത് 1 ലിറ്റർ പാലിൻ്റെ അളവിനാണ് എടുത്തേക്കണത്. നിങ്ങളൊരു അര ലിറ്റർ ആണെങ്കിൽ ഒരു അത്യാവശ്യം രണ്ട് ക്യാരറ്റ് എടുത്തോളൂ. അത്യാവശ്യം വലുപ്പമുള്ളത്, ഇത് നല്ല വലുപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ചെറിയ കുഞ്ഞു ക്യാരറ്റോ, അങ്ങനെ 3 ക്യാരറ്റാണ് എടുത്തേക്കണം കേട്ടോ. അപ്പോൾ ഇനി ആദ്യം തന്നെ ഇതിൻ്റെ തൊലിയൊക്കെ നമുക്ക് കളയാം. അപ്പോൾ പാല് നല്ല തണുപ്പിക്കാനായിട്ട് ഫ്രിഡ്ജിലേക്ക് അങ്ങോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അപ്പത്തിന് ഈ ക്യാരറ്റിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് ഇതിന് സുന്ദര കുട്ടപ്പനാക്കി എടുക്കാം. ഇനി ഇത് ക്യാരറ്റിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നല്ലതുപോലെ കഴുകിയിട്ട് നമുക്ക് വേവിക്കാൻ വേണ്ടി വെക്കണം. ഒരു 2 വിസിൽ വെച്ചാൽ മതി കുക്കറിൽ കേട്ടോ. ഇനി അങ്ങോട്ട് ക്യാരറ്റൊക്കെ അങ്ങോട്ട് കടമടാന്ന് അങ്ങോട്ട് മുറിച്ച് അങ്ങോട്ട് പാത്രത്തിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ ക്യാരറ്റൊക്കെ മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറിലേക്ക് ഈ ക്യാരറ്റ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് 2 വിസിൽ അടുപ്പിക്കാം കേട്ടോ. ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തേക്കണം കേട്ടോ ഇത് വേകാനായിട്ട്. പിന്നെ 2 വിസിൽ അതിൽ നമ്മുടെ ക്യാരറ്റ് അങ്ങോട്ട് വെന്ത് ഓളും കേട്ടോ. അങ്ങനെ വെന്ത് ചൂടാറിയ ശേഷം ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇതേപോലെ നല്ല അടിപൊളിയായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊന്നും അപ്പോൾ ഉണ്ടാവില്ല കേട്ടോ. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചാൽ അധികം വെള്ളമൊന്നും ഉണ്ടാവില്ല. ഇനി നമുക്കിത് മിക്സിൻ്റെ ജാറിലേക്ക് ഇടാം കേട്ടോ. ഇനി ഇപ്പോൾ ക്യാരറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇല്ല നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ല അത്യാവശ്യം നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു 1.5 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ ഒരു അധികം മധുരം വേണ്ട എന്നാൽ അത്യാവശ്യം ഒരു മധുരം ഉരുക്കട്ടെ വേണ്ടിയിട്ട് 1 കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ലിറ്റർ പാലാണ് കേട്ടോ നമ്മളിതിലേക്ക് ഒഴിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് ഇത് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. അതിനൊരു 1/4 കപ്പ് പാൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് പേസ്റ്റ് രൂപത്തിൽ ഒന്ന് അരച്ചെടുക്കാം. അങ്ങനെ അരച്ചിട്ടുണ്ട്. നല്ലതുപോലെ നല്ല പേസ്റ്റ് പോലെ അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ക്യാരറ്റ്. ഇനി ബാക്കിയുള്ള പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പാൽ ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് ആവശ്യമുള്ളത് 2 കപ്പ് ഐസ്ക്രീം. അത് വാനിലേൻ്റെ ഐസ്ക്രീം എടുത്തേക്കണം കേട്ടോ. അത് 2 കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ചുകൂടി ഒന്ന് ഐസ്ക്രീമിൻ്റെ ടേസ്റ്റ് ഒന്ന് മുന്തി നിൽക്കണമെങ്കിൽ ഒരു 4 കപ്പൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇതൊന്ന് മിക്സിൻ്റെ ജാറിലിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കണം. ഇപ്പോൾ വാനില വേണ്ട വേറെ ഏതെങ്കിലും നിങ്ങൾക്ക് ഐസ്ക്രീം ഇട്ട് കൊടുക്കണമെങ്കിൽ ഇട്ട് കൊടുക്കുക. പക്ഷേ വാനിലയാണ് ടേസ്റ്റ് കൂടുതൽ ഇതിന് കേട്ടോ. അപ്പോൾ ഇനി നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഷെയ്ക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് കസ്കസ്, 1 ടേബിൾ സ്പൂൺ കസ്കസ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ 2-3 ഐസ് കട്ടയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളി ഷെയ്ക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഒന്നും ഷെയ്ക്ക് അടിക്കാനില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് വിഷമിച്ചിട്ട് ഇരിക്കണ്ട. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകണതാണ് ക്യാരറ്റ്. അത് വെച്ചിട്ട് ഒരു അടിപൊളി ഷെയ്ക്ക് ഇവിടെ റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ കുറച്ച് അലങ്കാരപ്പണികളൊക്കെ ആയിട്ട് ബദാമും ഈത്തപ്പഴവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഫ്രൂട്ട്സൊക്കെ ചെറുതായി മുറിച്ചിട്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അത് ചെയ്യാം. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇത് ഉണ്ടാക്കി നോക്കണം. നല്ല അടിപൊളി ഷെയ്ക്കാണ് കേട്ടോ.
അപ്പോൾ ഇനി കാണും വരക്കും ടാറ്റാ.